ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് അവിലുണ്ടയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 1.5 കപ്പ് അവിലും എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ചീനച്ചട്ടിയിലേക്ക് ഇത് രണ്ടും ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കുക. തീ അധികം കൂട്ടി വെക്കണ്ട. തീ കൂട്ടി വെച്ചാൽ അതിൻ്റെ ചെറിയ പൊടികളൊക്കെ കരിഞ്ഞു പോകും. ഏകദേശം ഒരു 5-8 മിനിറ്റ് വറക്കുമ്പോഴത്തേക്കും അതൊന്ന് മുരുമുരാന്നുണ്ടാവും. പിടിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം അതിങ്ങനെ പൊടിഞ്ഞു വരും. ആ ഒരു പരുവത്തിൽ തീ ഓഫാക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ആ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതൊരു നൂല് പരുവത്തിലെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഉണ്ടയ്ക്ക് നല്ല മുറുക്കമുണ്ടാകും. ഇനി അവിലൊന്ന് പൊടിച്ചെടുക്കാം. അധികം അങ്ങോട്ട് പൊടിഞ്ഞു പോകണ്ട, ഒരു തരിതരിയായിട്ട് പൊടിച്ചെടുക്കണം. ഇനി ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാനാണ്. നെയ്യ് ചൂടാവുമ്പോൾ ഈ അണ്ടിപ്പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, ഇത് വേണമെന്നൊന്നും ഇല്ല. അത് ഇടുവാണെങ്കിൽ നെയ്യിലൊന്ന് വറുത്തിടുവാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി തീ ഓഫാക്കിയതിന് ശേഷം അതിലേക്ക് ഈ പൊടിച്ച അവലിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഏലക്ക പൊടിച്ചതും കൂടെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ആ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ മതി. ഒരു ഉണ്ട പിടിക്കാൻ പറ്റിയ ഒരു പരുവത്തിലാവുമ്പോൾ അത്രയും മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ കൈ കൊണ്ട് പിടിച്ച് നോക്കുക. അപ്പോൾ നമുക്കറിയാൻ സാധിക്കും. കറക്റ്റ് ഒരു പാകത്തിന് നമുക്കത് നോക്കുമ്പോൾ മനസ്സിലാകും. നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഓരോ ഉണ്ടകളായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ അവിലുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു.